Good morning, sir. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning. Good ഈ morning, ma'am. ക്ലാസ് ലീഡറൊക്കെ മെസ്സേജ് കണ്ടായിരുന്നല്ലോ, ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യും. പിന്നെ ടീച്ചേഴ്സ് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റേ ക്ലാസ്സിലോട്ടൊക്കെ വന്നല്ലോ, അതിന്റെ കുറച്ച് ടൈമിംഗ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ അപ്പൊ നമ്മള് വെന്റിലേറ്റർ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ വെന്റിലേറ്ററിനെ കുറിച്ച് പഠിച്ചോ, വായിച്ചോ? ഇവിടുത്തെ എത്ര എല്ലാവരും വായിച്ചായിരുന്നോ? പഠിച്ചോന്ന് ചോദിക്കണില്ല, വായിച്ചോ? വായിക്കണുണ്ടോ ഡെയിലി? അല്ലെങ്കിൽ എക്സാമിന്റെ തലേദിവസത്തേക്ക് വേണ്ടി വെച്ചിരിക്കുകയാണോ എല്ലാവരും? ആണോ? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. ഇത് പറ്റി റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. അല്ല, ഓക്കെ. അപ്പൊ ഡെയിലി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മള് വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററില് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു എയർവേ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ വരെയാണ് പറഞ്ഞത്. ഞാൻ ലാസ്റ്റ് പാരഗ്രാഫ് വരെ നമ്മള് പറഞ്ഞു നിർത്തി ലാസ്റ്റ് ക്ലാസ്സിൽ. ആണോ? ആണോ? ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല? ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണോ? നമ്മള് എയർവേ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് അല്ലേ. ഓക്കെ, ഇപ്പോ ഏതൊക്കെയായിരുന്നു നമ്മളുടെ എയർവേ എന്ന് പറയുന്നത്? ഏതൊക്കെയായിരുന്നു എയർവേ? കമന്റ് ചെയ്തേ. ഏതൊക്കെയാണ് നമ്മൾ ശ്വസിക്കുന്നത് നമ്മളുടെ എയർവേസ് എന്ന് പറഞ്ഞാല്? നോസ്, മൗത്ത്. സഫീറ ഉണ്ടായിരുന്നില്ല. ഓക്കെ, സഫീറ റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ക്ലാസ് മിസ് കാണുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണാം. ഓക്കെ, കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിങ് പൈപ്പ് ആൻഡ് ലങ് ട്യൂബ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ എന്താ എയർവേസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത്, നെക്സ്റ്റ് നോക്കാം. A patient on ventilator requires to get monitor for his. ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ വിൻഡ് പൈപ്പ് എന്താണെന്ന്, വിൻഡ് പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ട്രാക്കിയ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാവാതിരുന്ന ആളുകളാണ് അവരെല്ലാം. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറയാം കേട്ടോ. എയർവേസ് ഒന്നും കൂടി ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിലുള്ളവരാണെങ്കിലും കുറച്ചു നേരം കേട്ടിരിക്കുക. അതായത് നമ്മള് ഈ മെഡിക്കൽ വെന്റിലേറ്റർ എംപ്ലോയ്സ് പ്രഷർ ടു എക്സാക്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം യുവർ ബോഡി. നമ്മുടെ എയർവേസ് പറയാം. അതായത് നമ്മൾ ശ്വസിക്കുന്നത്, ഇപ്പൊ നമ്മള് നോസിലൂടെ മൂക്കിലൂടെ ശ്വസിക്കും അല്ലേ, നമ്മള് വായിലൂടെ ശ്വസിക്കുന്നുണ്ട്. നമ്മള് എന്താ പറയാ, ഇപ്പൊ ചിലപ്പോ കോൾഡ് മൂക്കടപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വായിലൂടെ ശ്വസിക്കാം. മൂക്കടഞ്ഞിരിക്കുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? വായിലൂടെയൊക്കെ ശ്വസിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെയുള്ളതാണ് ത്രോട്ട്, അതായത് ഫാറിക്സ്, നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ നമ്മുടെ തൊണ്ട, ശ്വാസനാളം. ദെൻ വോയിസ് ബോക്സ്, അതായത് ലാറിങ്സ്, വോയിസ് ബോക്സ്, സ്വനപേടകം. പണ്ട് ബയോളജി ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സ്വനപേടകം നമ്മുടെ സൗണ്ട് വരുന്ന ഒരു ഇതാണ് സ്വനപേടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരില്ലേ, ഇതാണ് സ്വനപേടകം, വോയിസ് ബോക്സ്. സ്വനപേടകം കേട്ടിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിലല്ല എനിക്ക് തോന്നുന്നു ഒരു 8-ലോ 9-ലോ ഒക്കെ ആയിരിക്കും അല്ലെ, ബയോളജി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സ്വനപേടകം നമ്മുടെ വോയിസ് നമുക്ക് പുറത്തേക്ക് വരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് വോയിസ് ബോക്സ്. മലയാളത്തില് സ്വരപേടകം എന്ന് പറയാം. വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രാക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തൊണ്ടയുടെ തന്നെ ഒരു ഭാഗമാണ്, ശ്വാസനാളമാണ്, തൊണ്ടയുടെ ഭാഗമാണ്. മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ശരി മതി. ഓക്കെ, കുഴപ്പമില്ല. മലയാളം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ അറിയണ്ടേ, അതുകൊണ്ടാണ് മലയാളം കൂടി പറയുന്നത്. ചില ആൾക്കാർക്ക് മലയാളം പറയുമ്പോൾ ചിലപ്പോൾ ക്ലിക്ക് ആവും പെട്ടെന്ന്. പണ്ട് പഠിച്ച ബയോളജി ക്ലാസ് ഒക്കെ ഓർമ്മ വരും ഇല്ലേ? കുറച്ചു പേർക്കെങ്കിലും പഴയ കാലത്ത് നമ്മള് പണ്ട് ബയോളജി പഠിച്ചതൊക്കെ ഓർമ്മ വന്നില്ല ഇപ്പോ? കുറച്ചു പേരുണ്ട്. നമ്മൾ എല്ലാ ലെവലിന്റെയും കൂടി നോക്കണമല്ലോ. ഓക്കെ, വിൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ട്രാക്കിയ മീൻസ് ശ്വാസനാളം, നമ്മുടെ തൊണ്ടയുടെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. നമ്മുടെ ശ്വാസനാളത്തിന്റെ തൊണ്ടയുടെ ഒരു ഭാഗമാണ്. ലങ് ട്യൂബ് എന്ന് പറഞ്ഞാല് ശ്വാസകോശ ട്യൂബ്, അതായത് കിടപ്പ് രോഗികൾക്ക് നമ്മൾ ട്യൂബ് വഴിയായിട്ടല്ലേ ശ്വസിക്കുന്നത് അല്ലെ. കഴുത്തിലൊക്കെ ട്യൂബ് ഇട്ടിട്ടുണ്ടാവും, വായിൽ കൂടി മൂക്കിൽ കൂടിയൊക്കെ ട്യൂബ് ഇട്ടിട്ടാണ് അവർ ശ്വസിക്കുന്നത്. ഓക്കെ, ഇതാണ് ലങ് ട്യൂബ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഒരു ഹ്യൂമൻ ബോഡിയിലെ എയർവേസ് എന്ന് പറയുന്നത്. നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിങ് പൈപ്പ്, ലങ് ട്യൂബ്. ഓക്കെ, ദെൻ അടുത്ത പാരഗ്രാഫ് കൂടി ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. One of two methods for pushing oxygen into the lungs from a ventilator is either a breathing tube or a fitted mask.
അപ്പോ അതായത് വെന്റിലേറ്ററിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുന്നതിനായിട്ടുള്ള 2 മാർഗങ്ങളാണ്. ഒന്നില്ലെങ്കിൽ ബ്രീത്തിങ് ട്യൂബ്, ചില ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ബ്രീത്തിങ് ട്യൂബ് വഴിയിട്ടും നമുക്ക് ഓക്സിജൻ സ്വീകരിക്കാം. അല്ലെങ്കിൽ ഫിറ്റഡ് മാസ്ക് അല്ലെ, ഇപ്പൊ നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ട് മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട് വെന്റിലേറ്ററിൽ നിന്നും ആ മാസ്കിലൂടെയാണ് അവര് ഓക്സിജനെ സ്വീകരിക്കുന്നത്. ദെൻ അത് അല്ല എങ്കിൽ നമുക്ക് ബ്രീത്തിങ് ട്യൂബും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ 2 മാർഗങ്ങൾ വഴി 2 രീതിയിലാണ് നമ്മൾ വെന്റിലേറ്ററിൽ നിന്നും ഓക്സിജനെ സ്വീകരിക്കുന്നത്. ഒന്ന് ബ്രീത്തിങ് ട്യൂബ്, ദെൻ ഫിറ്റഡ് മാസ്ക്. ക്ലിയർ ആണോ? 2 മെത്തേഡുകള് ക്ലിയർ ആണോ? ഓക്കെ. Then being on a ventilator while the patient is conscious can be very uncomfortable. Especially the patient has breathing tube down the throat. While attached to a ventilator, they are unable to speak, eat or move about. അല്ലെ, ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന്, അതായത് ചിലപ്പോൾ ട്യൂബ് ഇട്ട പേഷ്യൻസിനാണെങ്കിൽ അവർക്ക് വളരെ ഇറിറ്റേറ്റഡ് ആയിരിക്കും. എന്തൊക്കെയാണ്, അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ചലിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ട്യൂബ് ഇട്ടേക്കാണ്. അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിനൊന്ന് ചരിഞ്ഞു കിടക്കാനോ തിരിഞ്ഞു കിടക്കാനോ നേരെ എണീറ്റിരിക്കാനോ ഒന്നും പറ്റില്ല. ഇതൊക്കെ ഭയങ്കര അൺകംഫോർട്ടബിൾ ആണെന്ന് അല്ലെ, നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചൂടെ ആ ഒരു അവസ്ഥയിൽ എത്രത്തോളം അവർ ബുദ്ധിമുട്ടുന്നുണ്ടാകും. അല്ലേ, നമുക്ക് ചിന്തിക്കാനല്ലേ പറ്റൂ, ചിന്തിക്കാൻ അല്ലെ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ആ ഒരു അവസ്ഥ ഇല്ലേ? ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും എന്താ ട്യൂബൊക്കെ ഇട്ടിരിക്കുന്ന പേഷ്യൻസ് മാസ്ക് വെച്ച് കിടക്കണോ അല്ലെ, നമുക്ക് സ്വന്തമായിട്ട് അവർക്ക് ഇത്തിരി വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ കുടിക്കാൻ പറ്റില്ല, എണീറ്റിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന പൊസിഷനിലോട്ട് ചരിയണമെന്ന് തോന്നിയാൽ പോലും അവർക്ക് സാധിക്കില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എയർവേയിൽ വരുന്നത്. ക്ലിയർ ആണോ സഫീറ? ക്ലിയർ ആയോ? ഓക്കെ, കുറച്ച് പേരുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. കീർത്തന, സഫീറ. ഓക്കെ, then ഇനി നെക്സ്റ്റ് നോക്കാം. A patient on ventilator requires to get monitored for his. ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആ പേഷ്യന്റിന്റെ മോണിറ്റർ ചെയ്യേണ്ടത്? ഇപ്പോൾ ടെസ്റ്റുകളൊക്കെ എടുക്കുമല്ലോ. അപ്പോ എന്തെല്ലാം, ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ പേഷ്യൻസിന്റെ എന്തെല്ലാം കാര്യങ്ങൾ, അത് എന്തൊക്കെയാണ് മോണിറ്റർ ചെയ്യേണ്ടത് നോക്കാം. ഹാർട്ട് റേറ്റ് അല്ലെ, ഹാർട്ടിന്റെ റേറ്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. Then blood pressure, BP ചെക്ക് ചെയ്യാം. റെസ്പിറേറ്ററി റേറ്റ്, അതായത് ബ്രീത്തിങ് റേറ്റ് തന്നെ, ശ്വസന നിരക്ക് എത്രത്തോളം ഉണ്ട്. ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ്, ഓക്സിജന്റെ അളവ് എത്രയായിരുന്നു? നോർമൽ സാച്ചുറേഷൻ റേറ്റ് പറഞ്ഞായിരുന്നു ഞാൻ ക്ലാസ്സില്, പറഞ്ഞോ? പറഞ്ഞല്ലോ, 96 അല്ലെ. അപ്പൊ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ അത്. ഓക്സിജൻ പല ചാപ്റ്ററിലും ഇങ്ങനെ പല രീതിയിലും വരുന്നുണ്ട് കേട്ടോ, ഈ ഒരു സെയിം കാര്യം തന്നെ. ഓക്സിജന്റെ റേറ്റ് കൃത്യമാണോ എന്ന് നോക്കാം. നോർമൽ എന്ന് പറയുന്നത് 96 to 100 ആണ്. സോ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് ചെക്ക് ചെയ്യണം. ഓൾസോ നീഡ് റെഗുലർ ചെസ്റ്റ് എക്സ്റേസ് ഓർ സ്കാൻസ്, അതായത് സ്കാനിങ്ങുകളും ചെയ്യുക, അതോടൊപ്പം തന്നെ ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കണമെന്ന്, അതായത് ചെസ്റ്റ് എക്സ്റേയും ഇടയ്ക്ക് നോക്കണം. ദെൻ അഡീഷണൽ ബ്ലഡ് ടെസ്റ്റ് ഗൂഗിളില് 95 ആണെന്ന്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റില് പഠിക്കാനുള്ളത് 96 to 100 തന്നെയാണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ദിവസം ഒന്ന് നമ്മളുടെ വേറെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം കേട്ടോ. 96 ആണ് ഇതുവരെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലായാലും പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം പറയാം കേട്ടോ. ഇനി മേ ബി എന്തെങ്കിലും കറക്ഷൻസ് എന്തെങ്കിലും ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇതുവരെ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ 96 to 100 ആയിരുന്നു. ഓക്കെ, ദെൻ അപ്പോ ചെസ്റ്റ് എക്സ്റേ എടുക്കുക, റെഗുലർ ആയിട്ടുള്ള ചെസ്റ്റ് എക്സ്റേ എടുക്കുക, ദെൻ സ്കാനിങ്ങുകളൊക്കെ എടുക്കാം. അഡീഷണലി ബ്ലഡ് ടെസ്റ്റ് മേ ബി റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ ബ്ലഡ് ഓക്സിജൻ. ഓക്സിജൻ ഇന്നെന്താണോ ടെക്സ്റ്റിൽ കിടക്കുന്നത്? ആണോ? ടെക്സ്റ്റ് ബുക്കിലെ ഓക്സിജൻ കഴിഞ്ഞിട്ട് ഇന്നാണോ? ഓക്കെ, ഇവിടെ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ എന്നാണ് കേട്ടോ. ഇന്ന് നമുക്ക് പറയില്ലല്ലോ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ആണ് കേട്ടോ. കാരണം ബ്ലഡിലെ, നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റുകളും നടത്താവുന്നു. ഓക്കെ, അതായത് ബ്ലഡ് ടെസ്റ്റ് നടത്താണ്. ബ്ലഡിലെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നടത്തുന്നു. ഓക്കെ, ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലാകുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. ഹാർട്ട് റേറ്റ് നോക്കാം, ബ്ലഡ് പ്രഷർ നോക്കാം, റെസ്പിറേറ്ററി റേറ്റ്, ദെൻ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് നോക്കാം, ദെൻ റെഗുലർ ചെസ്റ്റ് എക്സ്റേ, ദെൻ സ്കാനിങ്,
ദെൻ അഡീഷണൽ ആയിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാവുന്നത്. ബ്ലഡിലുള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ലെവൽസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? എന്തെല്ലാം കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യുന്നതെന്ന് ക്ലിയർ ആണോ? ജസ്റ്റ് പോയിന്റുകളാണ്, ആ പോയിന്റുകൾ അതുപോലെ തന്നെ പഠിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഭാഗം കൂടി എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. What are the benefits of mechanical ventilation? ഈ മെക്കാനിക്കൽ വെന്റിലേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് ബെനിഫിറ്റ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ടെക്സ്റ്റ് ബുക്കിലേക്ക് ആരും നോക്കണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ മെക്കാനിക്കൽ വെന്റിലേറ്റർ കൊണ്ടുള്ള ബെനിഫിറ്റ്? എന്തൊക്കെയാണ്? പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യാട്ടോ. വെന്റിലേറ്റർ കൊണ്ടുള്ള ബെനിഫിറ്റ്, ഗുണങ്ങള് എന്തൊക്കെയാണ് പേഷ്യൻസിന്? ബ്രീത്ത് പ്രോപ്പർലി. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യാം. ദെൻ ജീവൻ നിൽക്കാൻ, ഓക്കെ, കൃത്യം പറഞ്ഞതിൽ കാര്യമുണ്ട് അല്ലെ? ജീവൻ നിലനിൽക്കാനായിട്ട് ആവശ്യമാണ്. ഓക്കെ, സ്പീഡ് റിക്കവറി. ഓക്കെ, എന്തൊക്കെയുണ്ടാവും? നിങ്ങളുടെ ആശയങ്ങൾ പറയാട്ടോ. ഞാൻ പറയുന്നത് തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് പറയാതിരിക്കില്ല കേട്ടോ. നിങ്ങളുടെ ആശയങ്ങൾ പറയാം. ഇവിടെ നമുക്ക് തെറ്റിപ്പോണതോ അങ്ങനെ ഒന്നും പ്രശ്നമല്ല കേട്ടോ. നിങ്ങളുടെ കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കുകയാണ്. ഓക്കെ, ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൃത്യമായിട്ടുള്ള ഓക്സിജൻ നമുക്ക് ലഭിക്കാം. അല്ലെ? വേറെ എന്തൊക്കെയാണ്? വേറെ ഒന്നുമില്ല, ഇത്രയുള്ളൂ. ബോഡി വീക്ക് ആവാതെ ഓക്കെ നോർമൽ ആയിരിക്കാൻ തന്നെ. ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും പേഷ്യന്റ് റിക്കവറി ആകുന്നതിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് റിഡ്യൂസ് ചെയ്യാം ബോഡിയിൽ നിന്നും. ഓക്കെ, കുറച്ചും കൂടി ആയുസ് കിട്ടും. ഓക്കെ, അത് നല്ലൊരു ആൻസർ ആണ് കേട്ടോ സൗമ്യ. ശരിയാണ്, വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ജീവൻ ഉണ്ട് നമുക്ക് അല്ലെ? നമുക്ക് ശ്വസിക്കാനായിട്ടുള്ള ഒരു മെഷീനാണ്. ഓക്കെ, റിക്കവറിക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞത് എല്ലാം പറഞ്ഞ ആൻസറുകളൊക്കെ ശരിയാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അല്ലേ? പിന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യങ്ങൾ നോക്കാം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ? എന്തൊക്കെയാണ് മെക്കാനിക്കൽ വെന്റിലേഷന്റെ ബെനിഫിറ്റ്സ്? First one, the patient does not have to exert as much effort to breathe. Okay, എന്താണ് പറയുന്നത്? The patient does not have to exert as much effort to breathe. അതായത് പേഷ്യന്റ് കൂടുതൽ ബ്രീത്ത് ചെയ്യാനായിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് രോഗി എന്താണ് does not have exert much effort to breathe. ബ്രീത്ത് എടുക്കാനായിട്ട്, അതായത് കഷ്ടപ്പെട്ട് ബ്രീത്തിൽ കൂടുതൽ പ്രയത്നിക്കാനായിട്ട് പേഷ്യന്റ് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അത് ബെനിഫിറ്റ് ആണെന്ന്. അതായത് ഇപ്പോ നമുക്ക് നല്ല നോർമൽ ആയിട്ട് ശ്വസിക്കുന്ന ഒരു വ്യക്തി അല്ലാതെ, അതായത് ഇപ്പൊ ശ്വാസം മുട്ട് ആസ്മയൊക്കെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ടൊക്കെ വരുമ്പോൾ അവർക്ക് എന്താണ് ബ്രീത്ത് നോർമൽ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അവര് കുറച്ചും കൂടി ബ്രീത്ത് എടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് എഫോർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നു. നോർമൽ ഒരു വ്യക്തി ശ്വസിക്കുന്നത് പോലെയല്ല, അവർക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്ത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലും ബെനഫിറ്റബിൾ ആണെന്ന്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം അത് കുറച്ച് ടേമുകൾ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷെ ആ ഒരു കാര്യമാണ് പറയുന്നത്. പേഷ്യന്റ് ഡസ് നോട്ട് ഹാവ്, പേഷ്യന്റ് അധികം ബ്രീത്ത് ചെയ്യാനായിട്ട് എഫോർട്ട് എടുക്കുന്നില്ലാണ്. അത്തരത്തിലുള്ള പേഷ്യൻസിന് നമുക്ക് വെന്റിലേറ്റർ ഉപകാരമാണെന്ന്. ഉപകാരമല്ലേ? ആണോ? ഈ ഓക്സിജൻ മാസ്കും അല്ലെങ്കിൽ ഓക്സിജൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീത്ത് എന്താ മീൻസ് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റും. ആള് എഫോർട്ട് എടുക്കേണ്ട കാര്യമില്ല ഈ മെഷീന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. ആണോ? ഇല്ലേ? ബ്രീത്തിങ് ഡിഫിക്കൽട്ട് നമുക്ക് എളുപ്പമാക്കാൻ സാധിക്കും. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം. The patient's breathing is likely to become normal. പേഷ്യന്റിന്റെ ബ്രീത്ത് നോർമൽ ലെവലിലോട്ട് ആകുവാൻ അല്ലെ? ഇപ്പൊ ശരിയായ രീതിയിൽ ശ്വസനം കിട്ടുന്നില്ലെങ്കിൽ അത് നോർമൽ ലെവലിലോട്ട് ആകുവാൻ ആരും കമന്റ് ചെയ്തായിരുന്നു ഓക്സിജൻ കൃത്യമായിട്ട് ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ കൃത്യമായിട്ടുള്ള ഓക്സിജൻ ലഭിച്ചുകൊണ്ട് ആ പേഷ്യന്റിന്റെ ബ്രീത്തിങ് നോർമൽ ലെവലിലേക്ക് ആകുവാനും ഈ ബെനിഫിറ്റ് ആണെന്ന് വെന്റിലേറ്റർ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ്, ഒന്നാമത്തെ രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു?
മച്ച് എഫോർട്ട് എടുക്കാനായിട്ട്, അതായത് കൂടുതൽ പ്രയത്നിക്കാനായിട്ട് ഡിഫിക്കൽട്ട് ഉള്ള പേഷ്യൻസിന് ബെനിഫിറ്റ് ആണ്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ബ്രീത്തിങ്ങിന് നോർമൽ ലെവലിലോട്ട് എത്തിക്കുവാനായിട്ട് വെന്റിലേറ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ട് പോയിന്റ് ക്ലിയർ ആണോ? കുറച്ച് വളച്ചൊടിച്ച് തന്നിരിക്കുന്ന പോയിന്റ്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് helps patient receive as much oxygen as her or she requires. അല്ലേ, പേഷ്യന്റിന്റെ ആവശ്യത്തിനുള്ള ഓക്സിജനെ റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെന്റിലേറ്ററിൽ നിന്നും അവന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സ്വീകരിക്കുവാൻ വെന്റിലേറ്റർ ബെനിഫിറ്റബിൾ ആണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഓക്സിജൻ ശരീരത്തിൽ ലഭിക്കുന്നു. ചില പേഷ്യൻസിന് ഇതുപോലെ 96-ലും കുറവായിരിക്കും അല്ലെ. അപ്പൊ കുറവാകുമ്പോ എന്തായിരിക്കും? കുറവാകുമ്പോ എന്താ സംഭവിക്കുക? COPD ഓർമ്മയുണ്ടോ പറഞ്ഞത്? COPD ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല. അതായത് ഓക്സിജൻ റേറ്റ് 96-ലും താഴെ വരുന്ന ഒരു അവസ്ഥയാണ്. 96-ലും താഴെ വരാന്ന് പറഞ്ഞാല് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും, അവർക്ക് നോർമൽ ബ്രീത്തിങ്ങിന് സാധ്യമല്ല. സോ അങ്ങനെയുള്ള പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഈ വെന്റിലേറ്റർ വഴി ലഭിക്കുന്നു. സോ ഈ വെന്റിലേറ്റർ വഴി ഓക്സിജൻ ലഭിക്കുമ്പോൾ അവരുടെ ബ്രീത്തിങ് നോർമലിലോട്ട് എത്തിക്കാനും സാധിക്കുന്നു. ഓക്കെ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് COPD എന്ന് പറയുന്നത് ഓക്സിജന്റെ അളവ് നോർമൽ റേറ്റിനേലും താഴോട്ടാകുന്നതിനെയാണ് COPD എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? മൂന്നാമത്തെ പോയിന്റ് ഓക്കെ ആണോ? നാലാമത്തെ പോയിന്റ് നോക്കുക. മെയിൻറ്റെയിൻസ് എ സ്റ്റേബിൾ എയർവേ ആൻഡ്, അടുത്തത് ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. ആൻഡ് എന്നുള്ളത് അടുത്തത് കൂടി പറയുന്നതാണ്, രണ്ടായിട്ട് പറയാം. മെയിൻറ്റെയിൻ സ്റ്റേബിൾ എയർവേ, നല്ലൊരു എന്താ പറയാ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, അതായത് സ്ഥിരമായിട്ടുള്ളൊരു വായുമാർഗം നിലനിർത്താൻ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ഇപ്പൊ വെന്റിലേറ്റർ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ടുള്ളൊരു വായു അവർ ശ്വസിക്കുന്നതാണ് അല്ലെ, അവർക്കൊരു വായു കിട്ടാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട്. Then fifth one, permits the medication to work on the body to make better. എന്താണ് പറയുന്നത്? അതായത് മരുന്നുകളൊക്കെ പ്രവർത്തിക്കാനും നല്ല രീതിയിൽ ബോഡിയിൽ മരുന്ന് പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ എന്താണ് കുറച്ചും കൂടി ബെറ്റർ ആക്കാനും പേഷ്യൻസിനെ ബെറ്റർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ശ്വസിക്കാൻ മീൻസ് വെന്റിലേറ്ററിൽ കൂടെ തന്നെ ആകുമ്പോഴും മെഡിസിൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇഫക്ട് ചെയ്യുന്നത്. ആള് ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിനൊപ്പം തന്നെ മെഡിസിൻസ് കുറച്ചും കൂടി ഇഫക്റ്റ് ആകുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ആളുടെ ബോഡി ബെറ്റർ ആകും, അതായത് കുറച്ചും കൂടി റിക്കവറി ആകുമെന്നാണ്. ഓക്കെ, ആരോ പറഞ്ഞായിരുന്നു തോന്നുന്ന പോയിന്റ്, റിക്കവറി ആകാൻ വേണ്ടി പറഞ്ഞില്ലേ? ആരാണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. മെഡിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഫലം ചെയ്യാനും ദെൻ ബോഡി റിക്കവറി ആകാൻ വേണ്ടിയിട്ട് ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് വെന്റിലേറ്റർ പ്രയോജനപ്പെടുന്നു. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്താണ്? സ്ഥിരമായിട്ടുള്ള ഒരു വായുമാർഗം ലഭിക്കാനായിട്ട്. കിടപ്പായിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ ലഭിക്കുകയാണ് പേഷ്യൻസിന്, ഇല്ലേ? ആണോ? ഓക്കെ, ഇത്രയുമാണ് ഒരു മെക്കാനിക്കൽ വെന്റിലേറ്ററിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കാമോ? ഫസ്റ്റത്തത് കൂടി വായിക്കണം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടത്, ദെൻ ബെനിഫിറ്റ്സ്, അത് രണ്ടും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓരോന്നും അർത്ഥം മനസ്സിലാക്കി വായിക്കാം. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, വായിച്ചതിന് ശേഷം ചോദിക്കാം കേട്ടോ. ഒറ്റയടിക്ക് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ വായിക്കരുത്, മനസ്സിലാക്കി വായിക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പിന്നെ ചില കാര്യങ്ങൾ കുറച്ച് വളച്ചൊടിച്ച് വഴി തന്നിരിക്കുന്നത് മാത്രം കേട്ടോ. നമ്മൾ അത് മാക്സിമം സിമ്പിളിലോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഏതിലായിരുന്നു? ബെനിഫിറ്റ്സ് ആയിരുന്നു ചോദിച്ചത്. ബെനിഫിറ്റ്സിലെ മൂന്നാമത്തെ പോയിന്റ് ആണോ? ഓക്കെ, അതായത് പേഷ്യന്റ് റിസീവ് as much ഓക്സിജൻ, പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നതിന് വെന്റിലേറ്ററിൽ നിന്നും ഓക്സിജൻ ലഭിക്കുന്നില്ലേ? ഓക്സിജൻ ലെവൽ കുറവായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നു. ക്ലിയർ ആയോ? കറക്റ്റ് ഓക്സിജൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് വൺ എന്തായിരുന്നു? മെഡിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഇഫക്ട് ചെയ്യുന്നതിനും ദെൻ ബോഡി
കുറച്ചും കൂടി ബെറ്റർ ആക്കി മാറ്റാനും സാധിക്കുന്നത്, റിക്കവറി കിട്ടുന്നത് പേഷ്യൻസിന്. ഓക്കെ, ചില മീൻസ് ടേമുകളെ വളച്ചൊടിച്ചൊക്കെ തന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അതങ്ങ് ക്ലിയർ ആവാത്തത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ നമ്മുടേതായ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ബൈ ഹാർട്ടിങ് ഉണ്ടാ, മനസ്സിലാക്കി പഠിക്കുക ഓരോ കാര്യങ്ങൾ. ചെറിയ ചെറിയ പോയിന്റ് ഒക്കെ ആണെങ്കിൽ ബൈ ഹാർട്ടിങ്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണോ? വായിച്ചോ രണ്ട് കാര്യങ്ങളും? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്തത് റിസ്ക് ഓഫ് ബീങ് ഓൺ എ വെന്റിലേറ്റർ. അപ്പൊ നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിന് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, നമ്മുടെ ജീവൻ രക്ഷിക്കാനും റിക്കവറി ആവാനും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് ഓക്സിജൻ ലഭിച്ചിട്ട് നോർമൽ ഒരു ബ്രീത്തിങ് ലഭിക്കാനൊക്കെ വെന്റിലേറ്റർ വളരെയധികം ബെനിഫിറ്റബിൾ ആണെന്ന് പറഞ്ഞു. ദെൻ അതർവൈസ് അതിനപ്പുറം എന്താണ്, വെന്റിലേറ്ററിന് കുറച്ച് റിസ്കുകൾ കൂടി ഉണ്ടെന്ന്. റിസ്ക് ആണ് വെന്റിലേറ്ററിൽ ആകുന്നത് പേഷ്യൻസ് അല്ലെ, നമുക്കറിയാം. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുമ്പോഴാണ് പേഷ്യൻസിനെ നമ്മള് വെന്റിലേറ്ററിലോട്ടും ആക്കുന്നത് അല്ലേ. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ തന്നെയല്ലേ? ആണോ? കുറച്ച് മോസ്റ്റ് ക്രിട്ടിക്കൽ ആളുകൾ വരുമ്പോഴാണ് നമ്മള് പൈസ കൂടുതലാണ് അതൊക്കെ കീർത്തനം ശരിയാണ്, പൈസ കൂടുതലാണ് അതല്ല റിസ്കിൽ പറയുന്നത്. പൈസ കൂടുതലാണ്, ഓക്കെ, ഒരു ദിവസം വെച്ചിട്ടാണ് നമുക്ക് വെന്റിലേറ്ററും ICU ഒക്കെ ചാർജ് വരുന്നത് അല്ലേ. അതോടൊപ്പം തന്നെ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് കുറച്ച് റിസ്കുകളും കൂടി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ റിസ്കുകളാണെന്ന്. ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളായിരുന്നില്ലേ? ആണോ? നിങ്ങൾക്കറിയോ വെന്റിലേറ്റർക്ക് ഇങ്ങനെ പ്രയോജനമുണ്ട് അല്ലെങ്കിൽ വെന്റിലേറ്റർക്ക് ഇങ്ങനെ റിസ്കുകൾ ഉണ്ട്? അറിയില്ലാലോ? ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് കേൾക്കാം. നമുക്കറിയാത്ത കാര്യങ്ങള് പുതിയതായിട്ട് അറിയുമ്പോൾ കുറച്ച് എന്താ പറയാ ഒരു ജിജ്ഞാസയൊക്കെ ഉണ്ടാവില്ലേ? കിട്ടോ അങ്ങനെ? നമുക്കറിയാത്ത ഏരിയ റിസ്ക് അറിയില്ല. ഓക്കെ, അപ്പൊ റിസ്ക് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇനി നമുക്ക് നാളെ നമ്മളുടെ ഫാമിലിയിലോ നമുക്ക് ആർക്കെങ്കിലും ഇതുപോലെ നമുക്ക് പറയാൻ പറ്റും മറ്റുള്ളവരോട് അല്ലെ, വെന്റിലേറ്ററിലാണെങ്കിൽ ഇങ്ങനെ റിസ്കുകളൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയണം. നിങ്ങൾ ഇനി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് കൂടുതൽ അറിവല്ലേ ലഭിക്കുന്നത്. ഓക്കെ, നമുക്കിനി റിസ്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. റിസ്ക് ഓഫ് ബീയിങ് ഓൺ വെന്റിലേറ്റർ. ഒരു വെന്റിലേറ്ററിൽ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന റിസ്കുകൾ എന്തൊക്കെയാണെന്ന്. ലൈഫ് ക്യാൻ ബി saved by a ventilator. Underline ചെയ്യാട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്തേക്കോ ആ സെന്റൻസ്. ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ വെന്റിലേറ്റർ. ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു വെന്റിലേറ്റർ കൊണ്ട് സാധ്യമാണ്. Nevertheless, like other testments, ventilators can cause future side effects. എന്നിരുന്നാലും മറ്റ് ടെസ്റ്റ്മെന്റ്സും വെന്റിലേറ്റേഴ്സും മറ്റു കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റു നിയമങ്ങളെ പോലെയൊക്കെ തന്നെ വെന്റിലേറ്ററിന് ഫ്യൂച്ചറിൽ വളരെ സൈഡ് എഫക്ട്സ് വരുന്നുണ്ടെന്ന്. ഫ്യൂച്ചറിൽ ഭാവിയില് വെന്റിലേറ്ററിൽ കിടന്ന ഒരു പേഷ്യൻസിന് സൈഡ് എഫക്ട് വന്നേക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സൈഡ് എഫക്ട്? അണ്ടർലൈൻ ചെയ്തോ നിങ്ങൾ? ഫസ്റ്റ് ലൈനിൽ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ വെന്റിലേറ്റർ. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, എക്സാമിന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതെ. ദെൻ ഫ്യൂച്ചറില് ഇങ്ങനെയുള്ള പേഷ്യൻസിന് സൈഡ് എഫക്ട്സുകൾ വന്നേക്കാം നോക്കാം. This is more common if the patient is on a ventilator for a prolonged period. In the prolonged period എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീർഘകാലയളവ്, അതായത് നീണ്ട കാലയളവിൽ കിടക്കുന്ന പേഷ്യൻസിനാണ് കുറച്ചും കൂടി ഈ റിസ്കുകൾ വരുന്നത്. അതായത് ഇപ്പൊ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം വെന്റിലേറ്ററിൽ ആയതുകൊണ്ട് അങ്ങനെ റിസ്കുകളൊന്നും വരുന്നില്ല. മറിച്ച് ചിലപ്പോ ഒരു 1 week, 2 week അല്ലെങ്കിൽ 1 month അല്ലെ. നമ്മൾ അറിയാറുണ്ട് ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ പേഷ്യൻസ് ഒക്കെ ഒരുപാട് നാളായിട്ട് വെന്റിലേറ്ററിൽ തന്നെ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ അത് കുറച്ച് റിസ്ക് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് റിസ്ക് എന്ന് നമുക്ക് നോക്കാം. A few of most common risks connected with being on a ventilator include. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ വരുന്ന റിസ്കുകൾ? ഓക്കെ, ഇപ്പൊ മെയിൻ ആയിട്ട് 5 റിസ്കുകളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ടും കുറച്ച് റിസ്കുകൾ പറയുന്നുണ്ട്. അപ്പോ മെയിൻ ആയിട്ട് 5 റിസ്കുകളാണ്. ഒന്നാമത്തെ കാര്യം ഇൻഫെക്ഷൻ, ഫസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത്. ദെൻ ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂസ്, പൾമണറി എഡീമ, ബ്ലഡ് ക്ലോട്ട്സ്. ഓക്കെ, ഈ 5 പ്രധാനമായിട്ട് വരുന്ന റിസ്കുകൾ. ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂ, പൾമണറി എഡീമ, ദെൻ ബ്ലഡ് ക്ലോട്ട്സ്. ഓക്കെ, ഇത് നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. സിമ്പിൾ ആണ് കേട്ടോ, നോക്കാം. ഫസ്റ്റ് വൺ ഇൻഫെക്ഷൻ അല്ലെ. നമുക്കറിയാം എങ്ങനെയായിരിക്കും ഇൻഫെക്ഷൻ വരിക. വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ ഇൻഫെക്ഷൻ വരുന്നത് ടെക്സ്റ്റ് ബുക്ക് ആരും വായിക്കണ്ട കേട്ടോ, അല്ലാതെ നിങ്ങളുടെ ചെറിയ ചെറിയ അറിവുകളൊക്കെ വെച്ചൊന്ന് പറഞ്ഞേ.
എന്തൊക്കെയാണ്? ഇൻഫെക്ഷൻ എങ്ങനെയായിരിക്കും ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരിക? ട്യൂബ്. ഓക്കെ, സൗമ്യ ടെക്സ്റ്റ് നോക്കിയോ? എല്ലാവരും തന്നെ അറിയാണോ? ഓക്കെ, മാസ്കിലൂടെ വരാം, ട്യൂബിലൂടെ വരാം, ദെൻ എക്യുപ്മെന്റ്സിലൂടെ വരാം. നോക്കിയില്ല, കുഴപ്പമില്ല, ഞാൻ ചോദിച്ചാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കണ്ട, ടെക്സ്റ്റ് നമുക്ക് പിന്നീട് വായിക്കാലോ. നിങ്ങൾ നിങ്ങളുടെ ചെറിയ ചെറിയ അറിവുകളൊക്കെ പറയണം. ഓക്കെ, ട്യൂബിലൂടെ, മാസ്കിലൂടെ അങ്ങനെയൊക്കെയാണ് അല്ലെ? അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇൻഫെക്ഷൻ എന്താണെന്ന് നോക്കാം. One of the main risks being on ventilator with a breathing tube is infection. Main infection വരുന്നത് എവിടെ നിന്നാണ്? ബ്രീത്തിങ് ട്യൂബിൽ നിന്നാണ്. നമുക്കറിയാം ചില പേഷ്യൻസ് നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലാണ് വെന്റിലേറ്ററിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുന്നത്. ഏതൊക്കെ രീതികളായിരുന്നു? നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞായിരുന്നു, ടു മെത്തേഡ്സ് ആണ് വെന്റിലേറ്ററിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന 2 മെത്തേഡ്സ്. ഏതൊക്കെയായിരുന്നു മെത്തേഡ്സ്? പെട്ടെന്ന് കമന്റ് ചെയ്ത്. ഇതിക്ക് മുന്നേ തൊട്ട് പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയായിരുന്നു 2 മെത്തേഡ്സ്? ട്യൂബും ദെൻ ഫിറ്റഡ് മാസ്കും അല്ലേ? അപ്പൊ നമ്മള് വൺ ഓഫ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ ട്യൂബ് വഴിയിട്ടൊക്കെ ആയിരിക്കും അവർക്ക് ബ്രീത്തിങ് കിട്ടുന്നത്. സോ ഈ ട്യൂബിൽ നിന്നും ഇൻഫെക്ഷൻസ് വരുന്നത്. എങ്ങനെയാണ് ഇൻഫെക്ഷൻസ് വരുന്നത് നോക്കാം കേട്ടോ. Fluid and mucus develop in throat and windpipe can permit germs to pile upon the breathing tube. എന്താണ് പറയുന്നത്? ഫ്ലൂയിഡ്സും മ്യൂക്കസും. മ്യൂക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? മ്യൂക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു ശ്ലേഷ്മ സ്ഥലമാണ്. കഫമൊക്കെ പോലെ തന്നെ. ഓക്കെ അല്ലേ? കഫം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മളുടെ മൂക്കിനുള്ളിലൊക്കെ ഒരു വഴുവഴുപ്പ് പോലത്തെ ഒരു കഫം എന്ന് വേണമെങ്കിൽ കഫം എന്നാണെങ്കിൽ കഫം എന്ന് പറയാം അല്ലേ? അപ്പൊ ഒരു ശ്ലേഷ്മതരമാണ്. ഈ ഫ്ലൂയിഡുകളും ദ്രാവകങ്ങളും ഈ മ്യൂക്കസ് പോലുള്ള ശ്ലേഷ്മതരം. അറിയില്ലാത്തവര് ഒന്നും വെള്ളം എഴുതി വെച്ചേക്കാം കേട്ടോ. ശ്ലേഷ്മതരം. ഓക്കെ, അപ്പോ ഈ ഫ്ലൂയിഡ്സും മ്യൂക്കസ് ഒക്കെ നമ്മളുടെ ത്രോട്ടിൽ ഡെവലപ്പ് ചെയ്യും. നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ ഈ ഫ്ലൂയിഡും അല്ലെങ്കിൽ ഈ പറഞ്ഞ മ്യൂക്കസ് ഒക്കെ ഫോം ചെയ്തിട്ട് അത് നമ്മളുടെ ഈ ട്യൂബിന്റെ ഉള്ളിലേക്ക് വരും. മീൻസ് തൊണ്ടയിൽ നിന്നും മറ്റും ട്യൂബിന്റെ ഉള്ളിലേക്ക് വരുമ്പോ ഈ ട്യൂബിന്റെ ഉള്ളിലേക്ക് കിടന്നുകൊണ്ട് അത് ഇൻഫെക്ഷൻ ആകും. ഓക്കെ, അപ്പൊ അതാണ് ഇൻഫെക്ഷനിൽ മെയിൻ ആയിട്ട് പറയുന്നത്. കണ്ടോ? പെർമിറ്റ് ജംസ്, അത് അണുക്കളായിട്ട് മാറും. ജംസ് ടു പൈൽ അപ്പ് ഓൺ ദ ബ്രീത്തിങ് ട്യൂബ്. ബ്രീത്തിങ് ട്യൂബിലോട്ട് നിറയുള്ളൂ ഇങ്ങനെയുള്ള ജംസുകളായിട്ട്. ഈ ശ്ലേഷ്മതരോ ഫ്ലൂയിഡ്സ് ഒക്കെ നിറഞ്ഞ് അത് ജംസ് ആയി മാറും, അണുക്കളായി മാറിക്കൊണ്ട് അത് ബ്രീത്തിങ് ട്യൂബിലേക്ക് നിറയുന്നു. ദിസ് ജംസ് ക്യാൻ മൂവ് ഇൻ ടു ദ ലങ്സ്. ഇത് ആ ട്യൂബിൽ കൂടി നമ്മുടെ എവിടേക്ക് പോകും? ലങ്സിനുള്ളിലേക്ക് പോകുന്നു. ദിസ് ക്യാൻ ഇൻക്രീസ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂമോണിയ. ബ്രീത്തിങ് ട്യൂബിലോട്ട് ചെന്ന് അത് ലങ്സിന്റെ ഉള്ളിലോട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ ന്യൂമോണിയ ആയിട്ട് വരുന്നു. ഓക്കെ, ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലങ് ഇൻഫെക്ഷൻ ആണ്. ആണോ? അറിയോ ന്യൂമോണിയ കേട്ടിട്ടില്ലേ? ലങ്സിൽ വരുന്ന ഇൻഫെക്ഷൻ ആണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോ ഈ നമ്മളുടെ ഈ മ്യൂക്കസും ഫ്ലൂയിഡ്സും ത്രോട്ടിലൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രീത്തിങ് ട്യൂബിനുള്ളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അത് അണുക്കളായി മാറി ഈ ബ്രീത്തിങ് ട്യൂബ് വഴി നമ്മുടെ ലങ്സിനുള്ളിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് ന്യൂമോണിയ ആയിട്ട് മാറുന്നു. ദെൻ അപ്പൊ ന്യൂമോണിയ ഉണ്ടാകുന്നു. പേഷ്യൻസിന് ന്യൂമോണിയ വരാം. Then sinus infections are also usual with a breathing tube. എന്താ സൈനസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ സൈനസ് ഇൻഫെക്ഷൻ? ഡെന്റൽ ഇൻഫെക്ഷൻ. സൈനസ് മീൻസ് ഡെന്റൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ട്യൂബ് ഇങ്ങനെ വായ കൂടിയിട്ടല്ലേ? അപ്പോ മീൻസ് ബ്രഷ് ചെയ്യാൻ പറ്റുമോ? ട്യൂബ് ഇടുമ്പോ ബ്രഷ് ചെയ്യാറുണ്ടോ? നമുക്ക് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ബ്രഷിങ് പറ്റില്ല ഇല്ലേ? ആണോ? ട്യൂബ് ഇടുന്ന പേഷ്യൻസേ നമുക്ക് നോർമൽ ആയിട്ട് നമ്മള് ബ്രഷ് ചെയ്യുന്നത് പോലെ ബ്രഷ് ചെയ്യാൻ പറ്റുമോ? സാധിക്കുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. ട്യൂബ് ഇടുമ്പോൾ നമ്മൾ നോർമലി നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുന്നത് പോലെ ബ്രഷ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോ അവിടെയും നമ്മളുടെ പല്ലുകൾക്ക് ഡെന്റൽ ഇൻഫെക്ഷൻസ് വരാനും ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മളുടെ എന്താണ് തൊണ്ടയിലും നമ്മുടെ വിൻഡ് പൈപ്പിലും, അതായത് ശ്വാസനാളത്തിലും ഈ മ്യൂക്കസും ഫ്ലൂയിഡൊക്കെ വന്ന് നിറയുമ്പോൾ അത് ട്യൂബില്, അതായത് ട്യൂബിൽ വരുമ്പോൾ അവിടെ അണുക്കളായിട്ട് ഈ ട്യൂബ് വഴി നമ്മുടെ ലങ്സിലോട്ട് വരുന്നു. ദെൻ ലങ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ലങ്സ് അവിടെ ഇൻഫെക്ഷൻ ആയി ന്യൂമോണിയ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഡെന്റൽ ഇൻഫെക്ഷൻ, സൈനസ് ഇൻഫെക്ഷൻ, പല്ലിന്റെ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, ഇതാണ് ഇൻഫെക്ഷൻസിൽ പറയുന്ന കാര്യം. ക്ലിയർ ആണോ? ഇൻഫെക്ഷൻ
ന്യൂമോണിയ, ഡെന്റൽ ഇൻഫെക്ഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ, രണ്ട് കാര്യങ്ങളാകുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? മാക്സിമം ടീച്ചർ സിമ്പിൾ ആക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻഫെക്ഷനിൽ പറയുന്ന അത്രയും കാര്യങ്ങളാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഇറിറ്റേഷൻ. ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ എന്താ പറയുക? ഇറിറ്റേഷൻ തന്നെയാണ് നമ്മൾ പറയാറില്ല എപ്പോഴും. അപ്പൊ ഇറിറ്റേഷൻ ആണെന്ന് പറയാറുണ്ട്. ഈ പറയാറില്ല, അതിന്റെ മലയാളം വേണ്ടല്ലോ. നോക്കാം എങ്ങനെയാണ് ഇറിറ്റേഷൻ നോക്കാം കേട്ടോ. നമുക്ക് ഇറിറ്റേഷൻ അസ്വസ്ഥത. ഓക്കെ ഓക്കെ, വെറുപ്പാണ് അസ്വസ്ഥത എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ബുദ്ധിമുട്ട്. കോമൺ ആയിട്ട് നമ്മൾ അസ്വസ്ഥത എന്ന് തന്നെയാണല്ലേ പറയാ മലയാളത്തില്. ഓക്കെ, അപ്പോ ഇറിറ്റേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ മൂക്കിലും വായിലൊക്കെ ട്യൂബ് ഇടുമ്പോഴുള്ള അവസ്ഥ. ട്യൂബ് അല്ല, എക്സാമ്പിൾ ഞാൻ പറയാം. കോവിഡ് വന്ന ടൈമിലേ ഈ കോവിഡ് ടെസ്റ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? എങ്ങനെയാ ടെസ്റ്റ് ചെയ്തത്? ഓർമ്മയുണ്ടോ? കോവിഡ് ടെസ്റ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ? ഓക്കെ, എങ്ങനെയാ ടെസ്റ്റ് ചെയ്തത്? മൂക്കിൽ കൂടിയും വായിൽ കൂടിയൊക്കെ ഒരു ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു ട്യൂബ് പോലത്തെ സംഭവം ഇട്ടത്. അതിടുമ്പോൾ എങ്ങനെയായിരുന്നു? എന്തായിരുന്നു അവസ്ഥ? ഈ സംഭവം മൂക്കിൽ ചെറിയ ട്യൂബ് ഇടൂലേ നമ്മളുടെ ഒരു ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയായിരുന്നു? വിളിച്ചു പോയി. ഓക്കെ, വേദന പോലെ, അസ്വസ്ഥത, ഇറിറ്റേഷൻ ഉണ്ടായിരുന്നോ? ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ വെന്റിലേറ്ററിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്യൂബ് ഇട്ട് കിടക്കുന്ന പേഷ്യൻസിന്റെ അവസ്ഥ എന്തായിരിക്കും? നല്ല രീതിയിൽ ഇറിറ്റേഷൻ ഉണ്ടാവും. തുമ്മാൻ വന്നു അല്ലെ, പല രീതിയിൽ കണ്ണിന്ന് വെള്ളം വന്നു. അപ്പൊ നല്ല ഇറിറ്റേഷൻ ആയിരുന്നു അല്ലെ? അത്രക്ക് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ഇറിറ്റേഷൻ തന്നെയാണ്. അങ്ങനെ അത് ഒരു 2 സെക്കൻഡ് അല്ലെ, ഒരു 2 സെക്കൻഡ് കൂടി വന്ന 3 സെക്കൻഡിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് അത്രയും റിസ്ക് ആയിരുന്നെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എത്രത്തോളം അവർ ഇറിറ്റേഷൻ അനുഭവിക്കുന്നുണ്ടാകും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ നമുക്ക് ഒരു സെക്കൻഡില് അല്ലെങ്കിൽ 2 സെക്കൻഡിൽ മൂക്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടപ്പോ നിങ്ങൾക്ക് തുമ്മൽ വന്നു, അല്ലെങ്കിൽ കണ്ണിന്ന് വെള്ളം വരാ, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അല്ലെ? പക്ഷേ അപ്പോ അതേ സമയം വെന്റിലേറ്ററിൽ ഈ മൂക്കിലും വായിലൊക്കെ ട്യൂബിട്ട് കണ്ടിന്യൂസ് കിടക്കുകയാണ് ആ പേഷ്യൻസ് അല്ലെ? അവരുടെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? ഇറിറ്റേഷൻ എന്നാണോ പറയാൻ പറ്റുന്നതിന്? ഇറിറ്റേഷൻസിന് അപ്പുറമാണ് അല്ലെ? ഭയങ്കരമായിട്ട് അവര് ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു കിടപ്പത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ? നമുക്ക് ഭയങ്കര എന്താ പറയാ, നമുക്കൊരു എന്താ പറയാ, ഒരു സഹായാവസ്ഥ തന്നെയാണ് അല്ലെ? അപ്പോ ഇറിറ്റേഷൻ നോക്കാം. ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ടാപ്പ് അഗെയിൻസ്റ്റ് ദ ഇറിറ്റേറ്റ് ദ ത്രോട്ട് ഓർ ലങ്സ്. ഈ ബ്രീത്തിങ് ട്യൂബ് ടാപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലങ്സിലോട്ടും ത്രോട്ടിൽ കൂടി പോയി ലങ്സ് വഴി പോയിട്ടുണ്ട്. സോ നമുക്ക് വളരെയധികം ഇറിറ്റേഷൻ ആണ്. ഇറ്റ് ക്യാൻ ഓൾസോ മേക്ക് ഇറ്റ് ഹാർഡ് ടു കഫ്. നമുക്കൊന്ന് ചുമക്കാൻ പോലും പറ്റില്ല. അതിന് വളരെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് നമുക്ക് ചുമക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ ഒന്ന് തുമ്മാൻ തോന്നി, നമുക്ക് സാധിക്കോ? അങ്ങനെ ട്യൂബ് ഇട്ടിരിക്കുന്ന പേഷ്യൻസിനാണെങ്കിൽ വളരെ ഇറിറ്റേഷൻ ആണ് അല്ലെ? അപ്പോ ഈ ട്യൂബ് പോയിരിക്കുന്നത് നമ്മളുടെ ത്രോട്ട് വഴിയും ദെൻ നമ്മുടെ ലങ്സിലേക്കാണ്. സോ പെട്ടെന്ന് ഒരു ചുമ വന്നാൽ പോലും ചുമക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു തുമ്മാൻ വന്നാൽ പോലും തുമ്മാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അത്രയ്ക്കും ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അത്. ഓക്കെ, ഇതാണ് ഇറിറ്റേഷൻസിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ ഇറിറ്റേഷൻ. ഓക്കെ ആണോ? ഇറിറ്റേഷൻ ഓക്കെ. ഇത് മൂന്നാമത്തെ പറയുന്നത് വോക്കൽ കോഡ് ഇഷ്യൂസ്. വോക്കൽ കോഡ് എന്താണ്? വോക്കൽ കോഡ് വോക്കൽ കോഡ് വോക്കൽ കോഡ് എന്ന് കേട്ടിട്ടുണ്ടോ? കുറുനാക്ക്. ഓക്കെ, ലാറിങ്സ്. കുറുനാക്ക് എന്ന് പറയുന്നത് ഓക്കെ മലയാളത്തിൽ അല്ലെ? ഓക്കെ, നമ്മുടെ സൗണ്ട് ബോക്സ്, സ്വരഭേദകം എന്ന് വേണമെങ്കിലും പറയാം. മീൻസ് നമ്മുടെ വോയിസ് പുറത്തേക്ക് വരുന്ന ആ ഒരു ഏരിയ. അപ്പോ വോക്കൽ കോഡ് ഇഷ്യൂല് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം കേട്ടോ. ഈ ബ്രീത്തിങ് ട്യൂബ് ഗോസ് ത്രൂ വോയിസ് ബോക്സ്. ലാറിങ്സ്, ബ്രീത്തിങ് ട്യൂബ് പോയിരിക്കുന്നത് നമ്മുടെ വോയിസ് ബോക്സ് വഴിയാണെന്ന്. വിച്ച് കൺസിസ്റ്റ് ഓഫ് വോക്കൽ കോഡ്. ഈ വോയിസ് ബോക്സിൽ കൺസിസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് വോക്കൽ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വോയിസ് ബോക്സിന്റെ ഉള്ളിലുള്ള ഒരു സംഭവമാണ് ഈ വോക്കൽ കോഡ്. സോ ദിസ് ഈസ് വൈ പേഷ്യന്റ് കനോട്ട് സ്പീക്ക്. അതിനാൽ പേഷ്യന്റിന് സംസാരിക്കാൻ പറ്റില്ല. When being on a ventilator, വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ ഈ ട്യൂബ് പേഷ്യൻസിലിട്ടിരിക്കുന്ന ബ്രീത്തിങ് ട്യൂബ് ത്രൂ ദ വോയിസ് ബോക്സ് അല്ലേ? സ്വരതന്തു മലയാളം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ് ബ്രീത്തിങ് ട്യൂബ് പോയിരിക്കുന്നത് വോയിസ് ബോക്സിലേക്കാണ്. ഈ വോയിസ് ബോക്സിനുള്ളിലുള്ള ഒരു സംഭവമാണ് എന്ത്? വോക്കൽ കോഡ്. അതായത് ട്യൂബ് ബാലൻസ് എന്ന് പറയും നമ്മള്. അതിൽ നിന്നാണ് നമ്മൾക്ക് സൗണ്ട്സ് ഒക്കെ പുറത്തോട്ട് വരുന്നത്. സോ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സംസാരിക്കാൻ പറ്റില്ല. The breathing tube can harm the voice box.
ബ്രീത്തിങ് ട്യൂബ് നമ്മുടെ വോയിസ് ബോക്സിന് ദോഷം ചെയ്യുന്നത്. ട്യൂബ് ഇങ്ങനെ വോയിസ് ബോക്സിലൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്യൂബ് ഇട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോ നമുക്ക് നമ്മുടെ മീൻസ് വോയിസ് ബോക്സിന് അത് ദോഷം ചെയ്യുന്നത്. ചിലപ്പോ നോർമൽ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ടൊക്കെ ഉള്ള പിന്നീട് അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഓക്കെ, ഇത്രയുമാണ് വോക്കൽ കോഡ് ഇഷ്യൂല് വരുന്നത്. വേറെ ഒന്നുമില്ല, ട്യൂബ് വോയിസ് ബോക്സിലോട്ട് പോയിരിക്കുകയാണ്. വോയിസ് ബോക്സിനുള്ളിൽ കൺസിസ്റ്റ് ചെയ്യുന്നതാണ് വോക്കൽ കോഡ്. സോ പേഷ്യന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. ദെൻ ഈ ട്യൂബ് വോയിസ് ബോക്സിന് ഹാർംഫുൾ ആണ്, ഭാവിയിൽ അത് ദോഷകരമാണെന്നും അധികം ദീർഘകാലയളവിൽ ഈ ട്യൂബ് ഇടുന്ന പേഷ്യൻസിനാണെങ്കിൽ അവർക്ക് ചിലപ്പോ പിന്നീട് ചിലപ്പോ സംസാരത്തിൽ ചിലപ്പോ എന്താ പറയാ ക്ലിയർ അല്ലാത്ത ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നേക്കാം. ഓക്കെ, വോക്കൽ കോഡ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ വോക്കൽ കോഡ്? ഓക്കെ, then next one, pulmonary edema. എന്താണ് പൾമണറി എഡീമ? നല്ല പേരൊക്കെയാണല്ലേ കേട്ടപ്പോ അല്ലെ? പൾമണറി എഡീമ എന്താ? പൾമണറി എഡീമ എന്ന് പറഞ്ഞാൽ വിത്ത് ലങ്സ്. ഓക്കെ, ലങ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. നോക്കുക, ഒറ്റ വാക്കിൽ പറയുന്നുള്ളേ, the air sacs in the lungs can get filled up with, എങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്? ഫിൽഡ് അപ്പ് വിത്ത് ഫിൻ തന്നെയാണോ? FIN ആണോ? ആണോ? ഫിൻ മാറ്റിക്കൊണ്ട് അതൊന്ന് ഫ്ലൂയിഡ് എന്നാക്കാം കേട്ടോ. ടെക്സ്റ്റ് ചെയ്യാം, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്, ഫ്ലൂയിഡ് എന്നാക്കാം. ഓക്കെ, ഫ്ലൂയിഡ്സ് എന്നാക്കാം, എസ് ചേർക്കണം കേട്ടോ. ഫ്ലൂയിഡ്സ് എന്നാക്കാം, FL. ഓക്കെ, ഫ്ലൂയിഡ്സ് എന്നാക്കാം കേട്ടോ. FLUID. ശ്വാസകോശത്തിൽ വരുന്ന നീർക്കെട്ട്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. അതായത് ലങ്സിൽ ഗെറ്റ് ഫിൽഡ് അപ്പ്, ഫ്ലൂയിഡ്സ് ഒക്കെ വന്ന് നിറഞ്ഞ് ഇങ്ങനെ വായു നീർക്കെട്ട് പോലെ, മീൻസ് ശ്വാസകോശം ഒരു ഫ്ലൂയിഡ്സ് ഒക്കെ വന്ന് നിറഞ്ഞ് നീർക്കെട്ട് വരുന്ന ഒരു അവസ്ഥ നമ്മുടെ ലങ്സിന്. ഓക്കെ, അതാണ് പൾമണറി എഡീമ എന്ന് പറയുന്നത്. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, the air sacs in lungs can get filled up with fluid. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തേക്കട്ടോ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. The air sacs in the lungs can get filled up with the fluid is called. ചോദിച്ചൂടെ? എന്താ? പൾമണറി എഡീമ. അതായത് ലങ്സില നീർക്കെട്ട് വരുന്നത് അല്ലെങ്കിൽ ഫ്ലൂയിഡ് വന്ന് നിറയുന്ന ഒരു അവസ്ഥ. ഓക്കെ, then last one, blood clots. അല്ലെ, ബ്ലഡ് ക്ലോട്ട് ആകുന്ന ഒരു അവസ്ഥ. Laying in the same position for a long time can enhance the risk of blood clots forming. വെന്റിലേറ്ററിലാകുമ്പോൾ നമ്മൾ പറഞ്ഞു ആ കിടന്ന സെയിം പൊസിഷനിൽ തന്നെയാണ് പേഷ്യന്റ് കിടക്കുന്നത്. ആണോ? എണീക്കാനോ അല്ലെങ്കിൽ തിരിയാനോ അറിയാനോ ഒന്നും പറ്റില്ല. സോ നമ്മൾ ഒരു പൊസിഷനിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ, ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല. സോ ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ടും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് റിസ്കുകൾ എന്ന് പറയുന്നത്. 5 കാര്യങ്ങളാണ്. ഇൻഫെക്ഷൻ, അവിടെ പൊട്ടലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ കിടപ്പായിട്ടുള്ള കിടപ്പ് രോഗികളൊക്കെ തന്നെയാണെങ്കിൽ അവരിങ്ങനെ മീൻസ് എണീക്കലില്ല, അല്ലെങ്കിൽ ആ കിടന്ന കിടപ്പ് തന്നെയാണെങ്കിൽ ഒരേ പൊസിഷനൊക്കെ തന്നെയായിരിക്കും അവർ കിടക്കുന്നത്. ഇതുപോലെ മേലൊക്കെ മുറിവൊക്കെ ഉണ്ടാകും ഇല്ലേ, പുറമൊക്കെ പൊട്ടും, ഇങ്ങനെ എന്താ പറയാ മീൻസ് പോളം പോലെയൊക്കെ വരാം, പൊട്ടുക, തൊലിയൊക്കെ പോകുന്ന ഒരവസ്ഥ വരാം. അതോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലല്ലോ, അവര് നടക്കുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. നമ്മുടെ ബോഡി മൂവ് ചെയ്താലേ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുള്ളൂ. സോ ഇങ്ങനെ കിടപ്പാകുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഒരു വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ വരുന്ന റിസ്കുകൾ പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. റിസ്കുകൾ വായിക്കാം. മനസ്സിലാക്കി വായിക്കണം കേട്ടോ. അതെ, വല്ലാത്ത അവസ്ഥ തന്നെയാണ് അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കോവിഡ് ടെസ്റ്റിന് 1 സെക്കൻഡ് പോലും നമുക്ക് അങ്ങനെ ട്യൂബ് ഇടാൻ ബുദ്ധിമുട്ട് വന്നു അല്ലെ, എല്ലാവർക്കും തന്നെ വന്നു. പക്ഷെ അപ്പോ ഫുൾ ടൈം അവര് ഈ ട്യൂബ് ഇടുന്ന പേഷ്യൻസ് ആണെങ്കിൽ എത്രത്തോളം അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാകും അല്ലെ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ.
അറിയില്ലാത്ത ടേംസുകൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കാട്ടോ മലയാളത്തില്. ഫിന്നല്ലാതെ ഫ്ലൂയിഡ് ആക്കാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ സൗമ്യ, ശ്രദ്ധിച്ചില്ലേ? ഫ്ലൂയിഡ് ആക്കാട്ടോ. ഫിൽഡ് അപ്പ് വിത്ത് ഫ്ലൂയിഡ്സ് കേട്ടോ. ഓക്കെ, ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഒരു എഡിറ്റിംഗിൽ വന്ന പ്രശ്നമാണ് കേട്ടോ. അത് ഫ്ലൂയിഡ് ആക്കാട്ടോ. ഇനി കേൾക്കാത്തവരുണ്ടോ ആരെങ്കിലും? എഴുതി വെക്കാട്ടോ, ഫ്ലൂയിഡ് ആക്കാട്ടോ. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ വായിക്കുമ്പോൾ അത് ഫിലിം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നായിരിക്കും ചോദ്യം. ഓക്കെ, ഫ്ലൂയിഡ് ആക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഡൗട്ട് ഉണ്ടോ ഇനി ഏതെങ്കിലും? സൈനസ് ഇൻഫെക്ഷൻ ആണോ ചോദിച്ചത്? ഡൗട്ട്? സൈനസ് ഇൻഫെക്ഷൻ മൂക്കിന്റെ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഡെന്റലും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. സൈനസ് എന്ന് വെച്ചാൽ നമ്മള് സൈനസ് പറയാറുണ്ട് അല്ലെ? സൈനസിറ്റ്സ് എന്നൊക്കെ പറയാറില്ലേ? മീൻസ് എപ്പോഴും ഇങ്ങനെ മൂക്കിന്റെ മീൻസ് തുമ്മല് അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇല്ലേ? ആണോ? നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോൾ സൈനസ് ഇൻഫെക്ഷൻ മൂക്കിന്റെ ഇൻഫെക്ഷൻ തന്നെയാണ്. ദെൻ ഡെന്റലും കൂടി പറയുന്നുണ്ട് കേട്ടോ ഇൻഫെക്ഷൻസിൽ. ക്ലിയർ ആയോ? സൈനസ് മൂക്കിന്റെ ഇൻഫെക്ഷൻ തന്നെയാണ്. ദെൻ ഡെന്റൽ ഇൻഫെക്ഷനും കൂടി ഇൻഫെക്ഷൻസിൽ വരുന്നു. സൈനസിറ്റിസ് എന്ന് പറയാറില്ലേ നമ്മള്? ഇപ്പൊ ക്ലിയർ ആയോ? ഡൗട്ട് വന്നിട്ടുണ്ടാകും അല്ലെ ടീച്ചർ? ഞാൻ ഡെന്റലിന്റെ മാത്രം എടുത്ത് പറഞ്ഞുള്ളൂ തോന്നുന്നു അല്ലെ? ഓക്കെ, സൈനസ് മൂക്കിന്റെ ബുദ്ധിമുട്ടാണ് കേട്ടോ. മൂക്കുണ്ട്. ഓക്കെ, സൈനസ് മൂക്കിന്റെയാണ്, ഡെന്റലും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഡെന്റലാണ് എടുത്ത് പറഞ്ഞത്. ഓക്കെ ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ എല്ലാവരും? ക്ലിയർ ആണോ? ഡൗട്ട് വരണ്ട കേട്ടോ. പിക്ചർ ക്ലിയർ ആണോ എല്ലാവർക്കും? പിക്ചർ കാണുന്നുണ്ടോ നിങ്ങളുടെ സ്ക്രീനിലാണ്? ഓക്കെ, കണ്ടോ? ഒരു വെന്റിലേറ്ററിന്റെ പിക്ചർ ആണ് തന്നിരിക്കുന്നത്. കണ്ടോ? ഒരു വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ എത്രത്തോളം എക്യുപ്മെന്റ്സുകൾ ഉണ്ട് വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ? കണ്ടോ? അവിടെ നഴ്സ് ഉണ്ട്, പേഷ്യന്റ് ഉണ്ട്, ദെൻ ഒരുപാട് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ? പേഷ്യൻസിന്റെ എല്ലാ മീൻസ് നമ്മൾ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങളാണ്. ECG എടുക്കണോ, അല്ലെങ്കിൽ എക്സ്റേ, ചെസ്റ്റ് എക്സ്റേ അല്ലെ? ദെൻ ബ്ലഡ് ടെസ്റ്റുകള്, ദെൻ ECG, അങ്ങനെയുള്ള ഒട്ടനവധി മോണിറ്ററിംഗ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ അടങ്ങിയതാണ് ഒരു വെന്റിലേറ്റർ എന്ന് പറയുന്നത്. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വെന്റിലേറ്ററിന്റെ ഉള്ളത് കയറി കാണുമെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമോ? സാധിക്കും? അങ്ങനെ അലൗഡ് ആണോ? വെന്റിലേറ്ററിലൊന്നും അങ്ങനെ ആരെയും പേഷ്യൻസിനെ നമ്മൾ അങ്ങനെ കഴിച്ചില്ല അല്ലേ? പേഷ്യൻസിനെ എല്ലാം മറ്റ് റിലേറ്റീവ്സിനെ ബൈസ്റ്റാൻഡർ ഒന്നും അങ്ങനെ അധികം കൊടുക്കാറില്ല. ഇതാണ് ഒരു വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ? പൾമണറി എഡീമ നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചോ? കണ്ടോ? നമ്മുടെ ശ്വാസകോശമാണ്. ഇതാണ് നമ്മുടെ എയർ സ്റ്റാക്ക് എന്ന് പറഞ്ഞില്ലേ? അതായത് ഹൃദയത്തിന്റെ മീൻസ് വശങ്ങള്.
സോ ഇവിടെ നോർമൽ ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, മീൻസ് പ്യൂർ ആയിട്ട് ഇരിക്കും. കണ്ടോ ബ്ലഡിന്റെ ആ ഒരു സർക്കുലേഷനും. ദെൻ പൾമണറി എഡീമ എന്ന് പറയുമ്പോൾ നോക്കി ഒരു വൈറ്റ് കളറിൽ കണ്ടോ കഫം പോലെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ, ഫ്ലൂയിഡ് വന്ന് ഭയങ്കരമായിട്ട് നിറയുന്ന ഒരു അവസ്ഥ. കണ്ടോ പിക്ചർ കണ്ടോ? ക്ലിയർ ആണോ? താഴെ കണ്ടോ എഡീമ ഫ്ലൂയിഡ് വന്ന് നിറയുന്ന ഒരു അവസ്ഥ, മീൻസ് നല്ല രീതിയിൽ ഒരു കഫ പോലെ ഒരു പുകമയം പോലെ കിടക്കുകയാണ് അല്ലെ. അപ്പൊ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ഇപ്പൊ നമ്മള് കഫക്കെട്ടൊക്കെ പോകുമ്പോൾ ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു പുകമയം പോലെ കൃത്യമായിട്ട് കാണാൻ പറ്റില്ലേ നമുക്ക്? ഓക്കെ, ഇതാണ് പൾമണറി എഡീമ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പിക്ചർ? കണ്ടോ എഡീമ ഫ്ലൂയിഡ് വന്നിരിക്കുകയാണ്. നോർമൽ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ദെൻ ഒരു വൈറ്റ് കളറിലുള്ള ഒരു എന്താ പറയാ ഒരു ഫോഗിന്റെ ഒക്കെ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, കണ്ടോ ഇതൊരു ബ്ലഡ് ക്ലോട്ട് ആവുന്നു നമ്മൾ പറഞ്ഞില്ലേ. നോർമൽ ഒരു ഹ്യൂമൻ ബോഡിയിലാണെങ്കിൽ ബ്ലഡ് റെഡ് ബ്ലഡ് സെൽസ് ആണ് പോകുന്നത്. കണ്ടോ ബ്ലഡ് എപ്പോഴും എന്താ പറയാ നമ്മളെ ശരീരത്തിലെ ബ്ലഡ് ഒരു ഫ്ലോ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കുന്ന ഒരു ഹെൽത്തി ബോഡിയിലെ ഒരു ബ്ലഡിന്റെ ഫ്ലോ ആണിത്. കണ്ടോ ഫസ്റ്റ് പിക്ചർ കേട്ടോ, റെഡ് ബ്ലഡ് സെൽസ് ആണ് ഹെൽത്തി ബോഡിയിലുള്ളത്, ഇങ്ങനെയായിരിക്കും. ദെൻ ബ്ലഡ് ക്ലോട്ട് ആകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നോക്കി ഇങ്ങനെയാണ് കട്ട പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ. ഈ ബ്ലഡ് സെൽസ് ഒരു ഓട്ടമില്ല, രക്തോട്ടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. കേട്ടോ ഇപ്പൊ ബ്ലഡ് ക്ലോട്ട് ആകുന്ന ഒരു അവസ്ഥയാണ്. സെക്കൻഡ് പിക്ചർ കണ്ടോ? ക്ലിയർ ആണോ? പ്ലേറ്റ്ലെറ്റ്സ്, ദെൻ ഫൈബ്രിനസും, ദെൻ റെഡ് ബ്ലഡ് സെൽസ്. അതൊന്നും നോക്കണ്ട, ബ്ലഡ് കട്ട പിടിക്കുന്ന ഒരു ഇത് നോക്കാം. നോർമൽ ബോഡിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്തി ബ്ലഡ് ഫ്ലോ ആണ് ഫസ്റ്റ് പിക്ചർ കാണുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിലൊക്കെ ആകുമ്പോൾ ചിലപ്പോ ഒരു സൈഡ് പേഷ്യൻസ് ചിലപ്പോ നമ്മൾ പറഞ്ഞ സൈഡ് തിരിയാറോ അങ്ങനെയൊന്നും പറ്റില്ല ഇല്ലേ. അപ്പോൾ നോർമൽ ബ്ലഡ് ക്ലോട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ബ്ലഡ് കട്ട പിടിച്ച് ഏത് പൊസിഷനിലാണോ പേഷ്യന്റ് ചിലപ്പോൾ കിടക്കുന്നത് ആ പൊസിഷനിലോട്ട് ബ്ലഡ് ക്ലോട്ട് ആകാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, ദെൻ വോക്കൽ കോഡ് അല്ലേ. വോക്കൽ കോഡ് കണ്ടോ? പിക്ചർ നോക്കി കണ്ടോ? മുകളിലേക്ക് നോക്കണ്ട കേട്ടോ, താഴെ നോക്കുക. വോക്കൽ കോഡ് കണ്ടോ? നമ്മുടെ തൊണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ വോക്കൽ കോഡ്. നമ്മുടെ ലാറിങ്സ് കണ്ടോ? ദെൻ ട്രാക്കിയ. വോക്കൽ കോഡ് ഇഷ്യൂ വരുന്നത് നമ്മൾ പറഞ്ഞില്ലേ. ക്ലിയർ ആണോ വോക്കൽ കോഡ്? പിക്ചർ നന്നായിട്ട് നോക്കാം കേട്ടോ. വോക്കൽ കോഡ്, ദെൻ ലാറിങ്സ്, ട്രാക്കിയ ഒക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ. കണ്ടോ വോക്കൽ കോഡ് ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ട്യൂബ് ഇടുന്നത് പോകുന്നത് ലാറിങ്സിലൂടെ നമ്മളുടെ വോക്കൽ കോഡിലേക്കാണ്, വോയിസ് ബോക്സിലേക്കാണ്. ദെൻ വോയിസ് ബോക്സിന്റെ ഉള്ളിലുള്ളതാണ് ഈ വോക്കൽ കോഡ്. കണ്ടോ അപ്പൊ ഇതിലൂടെ കടന്നു പോകുമ്പോൾ പേഷ്യൻസിന് സംസാരിക്കാൻ പറ്റുമോ? ട്യൂബ് ഈ വഴിയാണ് പോകുന്നത്. കണ്ടോ വോക്കൽ കോഡ് വഴി ഇങ്ങനെയാണ് ട്യൂബ് പ്രവേശിക്കുന്നത്. സോ സംസാരിക്കാനൊന്നും പറ്റില്ല. ഇവിടെ വോക്കൽ കോഡ് ടച്ച് ചെയ്യുന്നതാണ് ട്യൂബ്. ക്ലിയർ ആണോ പിക്ചർ? ദെൻ ബ്ലഡ് ക്ലോട്ടിന്റെ പിക്ചർ, പൾമണറി എഡീമ നോക്കാം കേട്ടോ. ഫ്ലൂയിഡ് വന്ന് നിറയുന്ന ഒരു അവസ്ഥ. വെന്റിലേറ്റർ. ഓക്കെ, ഓക്കെ അപ്പൊ നമ്മള് ക്ലിയർ ആയോ? പിക്ചറും കൂടി കാണിച്ചപ്പോ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടിയോ എല്ലാവർക്കും? വോക്കൽ കോഡ് സർജറി കഴിഞ്ഞതാണ്. ഓക്കെ ഓക്കെ, പിന്നെ നമ്മൾക്ക് വെന്റിലേറ്ററിൽ അപ്പൊ നമ്മൾ റിസ്ക് വരെയാണ് കണ്ടത്. ഇനി നെക്സ്റ്റ് കുറച്ച് സെക്ഷനും കൂടി ഉണ്ട്, അത് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോ ക്ലിയർ ആണോ? റിസ്ക് പിക്ചറൊക്കെ കണ്ടപ്പോ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ ഒക്കെ കിട്ടിയ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉള്ളതൊക്കെ നമുക്ക് ടീച്ചർ പിക്ചറൊക്കെ എടുത്ത് കാണിച്ച് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ ഒക്കെ തരാം കേട്ടോ. അപ്പോ
നന്നായിട്ട് പഠിക്കുക. അതിന് കുറച്ച് ഭാഗം കൂടി ഉള്ളത് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് പുതിയ ചാപ്റ്റർ കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ എടുത്ത അത്രയും നന്നായിട്ടൊക്കെ വായിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.